യെസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഡേ 3 മുരുടേശ്വറിൻ്റെ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി എന്താണ് പ്ലാൻ എന്നറിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടൊരു ആഫ്റ്റർനൂൺ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കാനാണ് പ്ലാൻ. സോ തുടങ്ങാം. ഭാഗത്തോട്ട് കയറാൻ പോവാണ്. രണ്ട് സൈഡും ആനേനെ വെച്ചിട്ടുണ്ട്. കൊള്ളാല്ലേ. ബീച്ചിലാണ് ഇന്നലെ പോയത്. ഇതാണ് എൻട്രൻസിന്റെ വഴി. ഇന്നലെ നമ്മൾ അവിടെയാണ് പോയത്. അകത്ത് കയറാൻ പോകണം. പക്ഷേ അകത്ത് ഫോട്ടോസും വീഡിയോസൊന്നും അലൗഡ് അല്ല. സോ അകത്തുള്ളത് കാണിച്ചാൽ പറ്റില്ല. നല്ല ഫ്രെയിം. അമ്പലത്തിനകത്താണ്. എവിടെ കാണാൻ ദേവൻ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ പുറത്തോട്ട് പോകാൻ വിചാരിച്ചു. കാരണമായിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കണം. കഴിഞ്ഞ് അമ്പലത്തിലോട്ട് പോകാൻ വിചാരിച്ചു. അല്ല, അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ നേരെ പുറത്തൊന്ന് പോയി കറങ്ങാൻ പോവാണ്. അവിടെ ചന്ദ്രനെ കാണുന്നുണ്ട്. വീഡിയോയിൽ അത് കാണുന്നുണ്ട്. ചന്ദ്രനെ കാണുന്നുണ്ട് ഇവിടെ കണ്ടോ. അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ അമ്പലത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ചെരുപ്പ് എടുത്തിട്ട് അങ്ങോട്ട് പോകണം. നമ്മുടെ ബീച്ച് സൈഡിലോട്ട് ഇന്നലെ രാത്രി കാണിക്കാൻ പോകാം. നൈറ്റ് വേറൊരു വൈബാണ്, മോർണിംഗ് വേറൊരു വൈബാണ് ചെയ്യാമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ചെരുപ്പ് എടുത്തിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് പോകും, ബീച്ചിൽ അങ്ങോട്ട് പോകും. അപ്പം ഇറങ്ങി നമ്മൾ അപ്പം അങ്ങോട്ട് പോകും. അമ്പലത്തിൽ അപ്പം ഇങ്ങോട്ട് കയറുവാണ്. ഇവിടെ ഒരു സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ പണി നടക്കണ കാരണം ഇല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല അടിപൊളിയായിരിക്കും തോന്നുന്നത്. ഇവിടെ പണി നടക്കണ കാരണം കാണാനൊരു എന്തിൻ്റെ പണിയാണെന്ന് അറിയില്ല, പെയിൻറ്റിങ്ങിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഇതില്ലെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കാണാനായിട്ട്. അവിടെ നിന്നാണെങ്കിൽ ഫ്രണ്ടിൽ നിന്നാണെങ്കിലും കാണാൻ നല്ല രസമുണ്ടായിരിക്കും. എല്ലാവരും ഇവിടെ നല്ല ഫ്രെയിമുള്ള കാരണം എല്ലാവരും ഫോട്ടോ എടുക്കുന്നതായിരിക്കും. ഞാനും തമ്മിൽ ഇടാൻ വേണ്ടി ഒരു 2-3 ഫോട്ടോ എടുക്കും. നല്ല ലൈറ്റ് ഉണ്ട്. അപ്പോൾ ലൈറ്റ് മാനേജ് മാത്രമല്ല ഇവിടെ ഇത്രയും ഓപ്പണായിട്ട് ലൈറ്റിൻ്റെ ഇതുണ്ട്. അപ്പം അങ്ങനെ നോക്കി എടുക്കുക. നല്ലൊരു കാറ്റുണ്ട്, നല്ല വെയിലും കാറ്റും ഉണ്ട്. ഇവിടെ നോക്കിയാൽ ബീച്ച് കാണാം. ഇത് ഫുൾ സറൗണ്ടഡ് ആയിട്ട് ഇതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ മാത്രമേ നമ്മുടെ മെയിൻ നമ്മൾ വന്ന സ്ഥലം ഇതുവഴിയാണ്. അവിടെയാണ് മെയിൻ ഏരിയ വരുന്നത്. ബാക്കി ഇതൊരു റൗണ്ടായിട്ട് ഇങ്ങനെ വെള്ളമാണ് ഫുള്ള്. നമ്മുടെ മാപ്പിലൊക്കെ നോക്കിയാൽ കാണാം. എന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലം, ഈ സ്റ്റാച്ചു ഇരിക്കുന്ന സ്ഥലം ഒഴിച്ച് ബാക്കി ഫുള്ള് സൈഡിൽ ഫുള്ള് ഇങ്ങനെ വെള്ളമാണ്. സോ അങ്ങനെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ. അടിയിലാണ് അതൊരു സ്ഥലവും. ഈ ഇവിടുത്തെ ഇറങ്ങിക്കഴിഞ്ഞ് താഴത്തോട്ടൊക്കെ ഒന്ന് പോയി നോക്കും. രാത്രിയാണ് ഈ രാവിലത്തെ പരിപാടി എങ്ങനെയാണ് നോക്കും. അപ്പോൾ അവിടെ എന്താണ് സംഭവം. ഞാൻ വീഡിയോ എടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് അവർ നടന്ന് എന്നെ കൂട്ടാണ് അവരങ്ങോട്ട് പോയി. അപ്പോൾ അങ്ങോട്ട് ചെന്ന് നോക്കാം. അവരവിടെ എത്തി മുകളിലോട്ട് പോകുമ്പോൾ മോളിൽ കയറി അപ്പുറത്തെ മോളിൽ കയറിയിട്ട് നമ്മൾ അപ്പുറത്തേക്ക് ഇറക്കുമ്പോൾ അവരങ്ങോട്ട് നടന്നു പോയി. അപ്പം അങ്ങോട്ട് പോകും. ഇനിയിപ്പോൾ ഇവിടെ ശിവൻ സ്റ്റാച്യൂടെ അകത്ത് കയറാൻ പറ്റും നമുക്ക്. ശിവയുടെ സ്റ്റാച്യൂടെ അകത്ത് കയറാൻ പറ്റും നമുക്ക്. അപ്പോൾ അകത്തോട്ട് കയറാൻ പോകാം. അപ്പോൾ അവിടെ മോളിൽ കയറാനായിട്ട് ടിക്കറ്റ് എടുക്കാൻ പോകണം.
മുള്ളെന്താടാ ഉള്ളത്? പണി നടക്കണല്ലോ, അപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവും. 10 മതിയായിരുന്നു. 10 മതിയായിരുന്നു. 80 ഒരാൾക്ക് 20 അല്ലേ ഗൈസ്? അപ്പോൾ ഗൈസ് നമ്മള് അകത്ത് കയറി. അപ്പോൾ ഇവിടെ അത് ആ സ്റ്റോറി ഉണ്ടല്ലോ, അത് ഇവിടെ പറയണമുണ്ട്, പക്ഷേ അത് കന്നഡയാണ്, വേറെ ലാംഗ്വേജിലൊന്നും പറയാനായിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ അകത്ത് ഇതിൻ്റെ സ്റ്റോറി ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഈ നമ്മുടെ മുരുടേശ്വര ലിംഗം എങ്ങനെ ഇവിടെ വന്നു എന്നുള്ള ആ സംഭവം, രാവണൻ്റെ കഥയാണ്. രാവണനെ ലിംഗം ചോദിക്കണം, അങ്ങനത്തെ കഥയുടെ ആ സ്റ്റോറി ഫുള്ള് നമ്മളാ ഇതിൽ എന്താണ് ഈ ഒരു സ്റ്റാച്യു മോഡലിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുള്ള് ഈ കഥയാണ് പറയുന്നത്, ഈ കഥയുടെ സംഭവം ഫുള്ള് സ്റ്റാച്യു മോഡലിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ളുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോകുമ്പോൾ ഇതിപ്പോൾ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ സ്റ്റോറിയാണ് ഫുള്ള് ചെയ്ത് വെച്ചേക്കണത്. എന്നെ അറിയില്ല അങ്ങോട്ട് എന്താണെന്ന് അറിയില്ല, നോക്കട്ടെ. കുറേ നേരമായിട്ട് ഞാൻ ഈ രാവണൻ്റെ ഇതൊക്കെ നോക്കിയപ്പോൾ, സ്റ്റാച്ചു ഒക്കെ നോക്കിയപ്പോൾ എല്ലാത്തിനും നോക്കിയിട്ട് എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങിയത് ഈ ഒരു റൗണ്ട് മാത്രമേ ഉള്ളൂ. ഞാൻ വിചാരിച്ചത് മുകളിലോട്ട് കൂടെ ഉണ്ടാവും വിചാരിച്ചാൽ, മുകളിലോട്ട് ഇടില്ല എന്ന് തോന്നുന്നു. അവിടെ വേറെ അങ്ങനെ വഴിയോ അല്ലെങ്കിൽ പോകാനുള്ള ഇതൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ കയറി അവിടുന്ന് എൻട്രി എന്നിട്ട് കയറി ഫുള്ളൊരു ഈ താഴത്തെ ഭാഗം മാത്രം ഇങ്ങനെ റൗണ്ട് ചെയ്ത് വന്നു. ഇനി മുകളിലോട്ട് ഉണ്ടാകുന്ന അറിയില്ല. വേറെ അവിടെ ഒരു വഴിയോ ഒന്നും കണ്ടില്ല, ഉള്ളിൽ വേറെ വഴിയൊന്നും കണ്ടില്ല. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു സ്റ്റോറിയുടെ മാത്രം ഇങ്ങനെ കറങ്ങി വന്നത് ഉണ്ടായിരുന്നു, വേറെ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. എനിക്കൊരു ഫുഡ് കഴിക്കണം, പിന്നെ ജസ്റ്റ് വെറുതെ ഒന്ന് ഇവിടെ ഇറങ്ങിയിട്ട് തിരിച്ചാകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് തിരിക്കാമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിച്ചിട്ടൊന്ന് ആ കടയിലൊക്കെ ഒന്ന് ചെന്നൊന്ന് ഇറങ്ങിയിട്ട് വരാം. അപ്പോൾ ബീച്ചിൻ്റെ ഇവിടെ എത്തി. ഇനിയിപ്പോൾ എന്തായാലും പോയി ഫുഡ് കഴിക്കണം. അത് എവിടെ നിന്നാണ് നോക്കണം, എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം. ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് കറങ്ങുന്നുണ്ട്. ആ സ്റ്റോൾ ഇന്നലെ നമ്മൾ രാത്രി പോയ ആ സ്റ്റോളിലൊക്കെ ജസ്റ്റ് ഒന്ന് കടകളിലൊക്കെ ഒന്ന് കയറിയിട്ട് പോവാം. ഇന്നലെ നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ ഇവിടെ തന്നെ വന്നേക്കാം. ഇവിടെ നിന്ന് തുറന്നല്ലോ, എനിക്ക് നൈറ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ നിന്നാണ് ഇക്കടെ നിന്നാണ് നമ്മൾ ഇന്നലെ ഫുഡ് കഴിച്ചത്. കഴിച്ചു കഴിഞ്ഞു ഗൈസ്. വെറുതെ ജസ്റ്റ് ബീച്ചിൽ കൂടി നടക്കുക. ഫുഡ് ഇപ്പോൾ കഴിച്ചിട്ട് വന്നു. അപ്പോൾ നമ്മളങ്ങോട്ട് പോവാണ്. അവിടെ എന്തൊക്കെയാണ് സംഭവമുള്ളത് നോക്കട്ടെ. റൈഡ് ഉണ്ട്, അപ്പോൾ അവിടെ എന്തൊക്കെയാണുള്ളത് ജസ്റ്റ് നോക്കിയിട്ട്. അടിപൊളിയാണ്, നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. കുറേ ആക്ടിവിറ്റീസ് എന്തൊക്കെയുണ്ട്. പിന്നെ ഇത് മറ്റേ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്, അവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്. പിന്നെ കുറച്ച് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ബോട്ടിങ്. പിന്നെ ഇത് ഈ സാധനം ഇതെന്താണെന്ന്, ഇതും ഒരു ആക്ടിവിറ്റിയാണ്. അത് ആ ബോൾ പോലത്തെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്തോ ആക്ടിവിറ്റിയാണ്. ഞാൻ അത് ഇതിനു മുമ്പ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, എന്തോ വീഡിയോയിലോ മറ്റോ കണ്ടിട്ടുണ്ട്. അത് അങ്ങനെ എന്തോ ഒരു ആക്ടിവിറ്റിയാണ്. ഇത് ഒട്ടകം, കുതിര അതൊക്കെ ഉണ്ട്. ഫോട്ടോ എടുക്കാമെന്ന് തോന്നുന്നു. അവിടെ വെച്ച് പിന്നെ ഫോട്ടോ എടുത്തു തരാനായിട്ട് കുറേ ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്. 50 രൂപ 100 രൂപയൊക്കെയാണ് പറയുന്നത്. ഫോട്ടോ എടുത്തു തരാനായിട്ട് ഇവിടെ അതിനുവേണ്ടി പ്രത്യേകം കുറേ ആൾക്കാർ നിൽപ്പുണ്ട്. അവരത് എടുത്തിട്ട് ലാമിനേറ്റ് ചെയ്ത് തരും. അപ്പോൾ അതിനുവേണ്ടി കുറേ ആൾക്കാർ നിൽപ്പുണ്ട്. കുതിര വേണമെങ്കിൽ എത്രയാണെന്നൊന്നും അറിയില്ല, റേറ്റൊന്നും എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ ഇതിനകത്ത് കയറി എനിക്ക് തോന്നുന്നു ഒരു റൗണ്ടോ മറ്റോ പോയിട്ട് വരും തോന്നുന്നു. 2 സൈഡ്, ആ സൈഡ് മുതൽ ഈ സൈഡ് വരെ വല്ലതും പോയിട്ട് വരുമെന്ന് തോന്നുന്നു. നിങ്ങൾ നേരത്തെ ഫുഡ് വെച്ചിട്ട് ടീച്ചർ എല്ലാം കണ്ടായിരുന്നു ഇങ്ങനെ പോകുന്നത്. എനിക്ക് വേണ്ട, ഞാൻ കയറാം. നോ ബീച്ചിൽ തിരിച്ച് പോവാണ്. തിരിച്ച് ഇവിടുന്ന് ഇറങ്ങാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കണ്ടുവന്നിട്ട് തിരിച്ച് പോവാണ് ഇവിടുന്ന്.
പോണ വഴിക്ക് ഒരു സ്ഥലം കണ്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി സൈഡാക്കി ഒന്ന് ഇറങ്ങിയായിരുന്നു. അടിപൊളിയാണ് ഇവിടെ കടലിൻ്റെ സൈഡ്. ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് ഇറങ്ങി. നല്ല വെയിലാണ് ഇവിടെ, ഭയങ്കര വെയിലാണ്. സോ അവിടം വരെ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് ഞാൻ വിചാരിച്ചിറങ്ങി. ചേട്ടൻ വന്നില്ല, ചേട്ടൻ അവിടെ കാറിൽ ഇരിക്കുന്നുണ്ട്. സൈഡിൽ വണ്ടി അങ്ങനെ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കാറിൽ തന്നെ ഇരിക്കുക. നമ്മൾ 3 പേര് മാത്രം അങ്ങോട്ട് പോവാണ്. ശ്രദ്ധിച്ചു പോണേ. അവിടെ ദൂരെ ഒരു ഇത് കാണുന്നുണ്ട്, ഒരു ബോട്ട് ഉണ്ട് അവിടെ ദൂരെ. അപ്പോൾ തിരിച്ച് പോവുകയാണ്. ഇനി കുറച്ച് കിലോമീറ്റർ ഉണ്ട്, 44 സംതിങ് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് എന്തോ ഒരു റൂട്ട് ഇട്ടിരുന്നത്, ഡൈവേഷൻ. ബാക്കി ഫുള്ളി ഹൈവേ റോഡ് തന്നെയാണ്. അപ്പോൾ തിരിച്ച് പോവാണ്. അപ്പോൾ നമ്മളത് അത് കഴിഞ്ഞിട്ട് കാസർഗോഡ് എത്തി. ഇവിടെ ബേക്കൽ കോട്ടയുടെ അവിടെ എത്തിയാറുണ്ട്. സോ വന്നവഴിക്ക് ഇവിടെ ഒന്ന് കയറി. അപ്പോൾ ചിലപ്പോൾ ഇന്ന് ഇവിടെ ആയിരിക്കും സ്റ്റേ. അല്ല, ബേക്കൽ കോട്ടയിലല്ല, ഇവിടെ അടുത്തെവിടെയെങ്കിലും ആയിരിക്കും സ്റ്റേ, അറിയില്ല, നോക്കണം. ഇവിടെ എത്തിയിട്ടുണ്ടെന്നല്ല. അകത്തോട്ട് കയറാണ്. നല്ല വെയിലുണ്ട്. അകത്തോട്ട് കയറാണ്. ടെമ്പിളോ? ഓക്കെ, നമ്മളപ്പോൾ പോവാണ്. ലോക്ക് ചെയ്ത് അല്ല, കോട്ട എവിടെയാണപ്പാ? ഏത്? ഓ കണ്ട്. അത് കോട്ടയാ? അതാ കോട്ട. ഇവിടേക്ക് ഇങ്ങനത്തെ സ്റ്റൈലായിരിക്കുന്നിരിക്കല്ലേ കോട്ട? ഇവിടെ നിന്ന് ഇറങ്ങി. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, കണ്ടത് മാത്രമേ ഉള്ളൂ. അത്രയും സാധനങ്ങളുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും അവിടെ ഇല്ല. അപ്പോൾ ഇനി എന്തായാലും ഫുള്ള് കറങ്ങട്ടെ. വേറെ എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പറശ്ശിനിക്കടവ് ഒരു ടെമ്പിൾ, മുത്തപ്പൻ ടെമ്പിളിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഇവിടെ ഒന്ന് കയറും. രാത്രി 9:30-ക്കാണ് ടൈമിങ് പറഞ്ഞത് നടക്കാൻ. അപ്പോൾ നമ്മൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ടെമ്പിളിൽ എത്തിയാറുണ്ട്. അപ്പോൾ ഇവിടെ ഇനി കയറും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടി. ബാക്കി പിന്നെ ഫുഡ് കഴിക്കണം. എന്നിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ പോണ വഴിക്ക് എന്തെങ്കിലും കിടക്കാമെന്ന് വെച്ചു. നാളെ തിരിച്ച് റിട്ടേൺ. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഇപ്പോൾ കയറും. എന്നിട്ട് ബാക്കി പോണ വഴിക്ക്. ഞാൻ കണ്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുവാണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇനി ഇറങ്ങും. അപ്പോൾ ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി വീഡിയോ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.